നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മിഥുനം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭ സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ മാസത്തിന്റെ തുടക്കത്തിൽ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സെപ്റ്റംബർ 7-ഓടെ ബുധൻ 4-ാം ഭാവത്തിലേക്ക് രാശി മാറി സ്വന്തം ഉച്ചക്ഷേത്രത്തിലെത്തും. ധനത്തിന്റെയും കുടുംബത്തിന്റെയും സ്ഥാനമായ 2-ാം ഭാവത്തിൽ ശുഭഗ്രഹമായ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. 3-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഒത്തുചേർന്ന് നിൽക്കുന്നു. ബുദ്ധിശക്തി, വിദ്യ, പ്രണയം എന്നിവയുടെ ഭാവമായ 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്കും കലാ സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച ഫലങ്ങൾ നൽകും. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു. കർമ്മരംഗത്തെ സൂചിപ്പിക്കുന്ന 10-ാം ഭാവത്തിൽ ശനി കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു. ജാതകത്തിലെ 1-ാം ഭാവമാണ് ഒരാളുടെ ശാരീരിക ആരോഗ്യം, പ്രതിരോധശേഷി, മാനസികോന്മേഷം, വ്യക്തിത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നത്. ഈ ഭാവത്തിന്റെ അധിപനായ ബുധൻ മാസത്തിന്റെ തുടക്കത്തിൽ 3-ാം ഭാവത്തിലും തുടർന്ന് സെപ്റ്റംബർ 7-ഓടെ സ്വന്തം ഉച്ചക്ഷേത്രമായ 4-ാം ഭാവത്തിലേക്കും പ്രവേശിക്കുന്നു. ലഗ്നാധിപൻ ഉച്ചസ്ഥിതിയിലെത്തുന്നത് ശരീരത്തിന് നവോന്മേഷവും മികച്ച രോഗപ്രതിരോധ ശേഷിയും നൽകും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന വിട്ടുമാറാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചികിത്സകൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഉത്കണ്ഠകൾ എന്നിവയിൽ നിന്ന് വളരെ വേഗത്തിൽ പൂർണ്ണ സൗഖ്യം നേടാൻ ഈ മാസം സാധിക്കും. പുതിയ ചികിത്സാ രീതികൾ ഫലം കാണാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. സ്വന്തം ഭവനമായ 5-ാം ഭാവത്തിൽ ശുക്രൻ ബലവാനായി സ്ഥിതി ചെയ്യുന്നത് മനസ്സിന് സന്തോഷവും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കും. 10-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് ശനി നിലയുറപ്പിച്ചിരിക്കുന്നത് ചിട്ടയായ ദിനചര്യകൾ പാലിക്കാൻ സഹായിക്കും. ധന കുടുംബഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിലായതിനാൽ മാനസികമായ സമാധാനവും സംതൃപ്തിയും ലഭിക്കും. പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും വളരെ ശക്തവും അനുകൂലവുമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനാൽ ഈ മാസം ഊർജ്ജസ്വലതയോടെയും ആത്മവിശ്വാസത്തോടും കൂടി ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന സുവർണ കാലഘട്ടമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാനും ഈ സമയം സഹായിക്കും. ജാതകത്തിലെ 5-ാം ഭാവമാണ് ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ സൂചിപ്പിക്കുന്നത്. പ്രസ്തുത ഭാവത്തിൽ ശുക്രൻ ശുഭസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ പഠനത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഉയർന്ന മാർക്കുകൾ നേടാനും സാധിക്കും. വിദ്യയുടെയും വിവേകത്തിന്റെയും കാരകന്മാരായ ശുക്രൻ, ബുധൻ, വ്യാഴം എന്നീ 3 ശുഭഗ്രഹങ്ങളും അനുകൂല സ്ഥാനങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഇത് കാരണം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പുതിയ കോഴ്സുകളോ പ്രൊഫഷണൽ കോച്ചിങ്ങോ ആരംഭിക്കാൻ പദ്ധതിയിടുന്നവർക്കും മികച്ച ഫലങ്ങൾ ലഭിക്കും. വിദേശ പഠനത്തിനായോ ഇഷ്ടപ്പെട്ട കോളേജുകളിലോ സ്കൂളുകളിലോ പുതിയ കോഴ്സുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിച്ച സ്ഥാപനങ്ങളിൽ തന്നെ പ്രവേശനം നേടിയെടുക്കാനും സാധിക്കും. ജാതകത്തിലെ 7-ാം ഭാവമാണ് ദാമ്പത്യ ജീവിതം, ജീവിത പങ്കാളി, പരസ്പര പൊരുത്തം എന്നിവയെ പ്രതിനിധീകരിക്കുന്നത്. ഈ ഭാവത്തിന്റെ അധിപനായ വ്യാഴം 2-ാം ഭാവത്തിൽ ശക്തനായി നിലയുറപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിൽ പൊതുവെ മംഗളകരമായ അന്തരീക്ഷവും സാമ്പത്തിക സുരക്ഷിതത്വവും നിലനിർത്താൻ സഹായിക്കും. 7-ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഈ സ്വാധീനം കാരണം പങ്കാളിയിൽ ചില സമയങ്ങളിൽ അമിതമായ ദേഷ്യം, അനാവശ്യമായ വാശി, നിർബന്ധ ബുദ്ധി എന്നിവ പ്രകടമായേക്കാം. ആത്മാഭിമാനം നല്ലതാണെങ്കിലും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന തരത്തിലുള്ള അഹന്തയും പിടിവാശിയും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താനിടയാക്കും. അതിനാൽ ഇത്തരം ഘട്ടങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാനും
തർക്കങ്ങൾ ഒഴിവാക്കി ക്ഷമയോടെ ആശയവിനിമയം നടത്താനും ശ്രദ്ധിച്ചാൽ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരവും സമാധാനപരവുമാക്കാൻ സാധിക്കും. വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം കാരണം കുഞ്ഞുങ്ങൾക്കായി പ്ലാൻ ചെയ്യുന്ന ദമ്പതികൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണിത്. കൂടാതെ കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ പോകാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഏറെ അനുയോജ്യമാണ്. ജാതകത്തിലെ 9ാം ഭാവമാണ് ഭാഗ്യം, ഉന്നത ചിന്തകൾ, ദൂരയാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത്. 2026 ഡിസംബർ വരെ രാഹു ഈ ഭാവത്തിൽ തുടരും. ചില അവസരങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളിൽ പ്രതീക്ഷിച്ചതിലും കാലതാമസമോ തടസ്സങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ അച്ചടക്കത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറിയാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകാൻ രാഹുവിന് സാധിക്കും. കർമ്മഭാവമായ 10ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. കർമ്മമാണ് യഥാർത്ഥ ഈശ്വരൻ എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് സ്വന്തം ജോലിയിൽ പൂർണ്ണ അർപ്പണബോധം പുലർത്താൻ ശനി പ്രേരിപ്പിക്കും. തൊഴിലിടങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും അധിക ജോലിഭാരവും ഉണ്ടാകുമെങ്കിലും അതിനായി വിനിയോഗിക്കുന്ന കഠിനാധ്വാനത്തിന് ഭാവിയിൽ വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ IT, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ വലിയ പുരോഗതിയും സ്ഥാനക്കയറ്റ സാധ്യതകളും ഉണ്ടാകും. സെപ്റ്റംബർ 7 വ്യാപാരകാരകനായ ബുധൻ ഉച്ചക്ഷേത്രത്തിലെത്തുന്നതോടെ ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങളും പുരോഗതിയും പ്രകടമാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ലാഭകരമായ മേഖലകളിൽ ധൈര്യമായി പണം നിക്ഷേപിക്കാനും വിപണിയിൽ പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ദിവസവും രാവിലെ ശുദ്ധിയോടെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് മനസ്സിന് ഏകാഗ്രതയും ആത്മവിശ്വാസവും പോസിറ്റീവ് ഊർജവും പ്രദാനം ചെയ്യും. ദിവസേന ഹനുമാനെ ഭജിക്കുന്നത് ഭയവും തടസ്സങ്ങളും അകറ്റാനും ശനി രാഹു സ്വാധീനങ്ങളുടെ പ്രതികൂലതകൾ കുറയ്ക്കാനും സഹായിക്കും. നിത്യജീവിതത്തിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിക്കുന്നത് മാനസിക സമാധാനത്തിനും ആത്മീയ ഉന്നതിക്കും സർവകാര്യ വിജയത്തിനും വഴിതെളിക്കും. മിഥുനൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.